Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. UGC നെറ്റിലെ നമ്മുടെ ജനറൽ പേപ്പറിലെ മാത്സിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള ടോപ്പിക് ഇന്ന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പൊ അതിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും അതിന്റെ കൺസെപ്റ്റ്സും കൂടെ നമുക്ക് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമാണ്. അതിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻ നമുക്ക് പറയാം. ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് I is equal to PNR പെർസെൻറ്റേജ് അല്ലെ? സിമ്പിൾ അല്ലെ? പ്രിൻസിപ്പിൾ P പ്രിൻസിപ്പിൾ N നമ്പർ ഓഫ് ഇയേഴ്സ് R റേറ്റ് പേഴ്സൺ. ഇനി നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. ഈ ആറിന്റെ പെർസെൻറ്റേജ് ബൈ 100 എന്ന് എഴുതി I is equal to PNR by 100. ക്ലിയർ ആണോ? സിമ്പിൾ ഇൻട്രസ്റ്റ് എടുത്തു പറയാൻ കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട് അല്ലെ. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഇക്വേഷൻ PNR by 100. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. അതേപോലെ ഇപ്പൊ നമ്മള് P എന്ന് ഞാൻ പറഞ്ഞു പ്രിൻസിപ്പിൾ അല്ലെ. ഇപ്പൊ അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫിക്സഡ് ഇടുന്നു, ആ ഒരു തുകയുണ്ടല്ലോ, അതാണ് പ്രിൻസിപ്പിൾ. ഇനി N നമ്പർ ഓഫ് ഇയേഴ്സ്. ഞാൻ എടുത്തു പറയുവാണ് നമ്പർ ഓഫ് ഇയേഴ്സ്. കാരണം ഇപ്പം വർഷം മാത്രമല്ല, നമുക്ക് മാസങ്ങളിലേക്ക് 9 മാസത്തേക്ക് ഇടാം, 6 മാസത്തേക്ക് ഇടാം. അപ്പോഴൊക്കെ എന്ത് ചെയ്യണം? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ആ മന്ത്സ് എന്നുള്ളതിനെ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത് N നമ്പർ ഓഫ് ഇയേഴ്സ്. R റേറ്റ് പെർസെന്റ്. അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ റേറ്റ് പെർസെന്റ് പെർ ആനം, ഒരു വർഷത്തേക്ക്. പെർ സെന്റ് 100 രൂപയ്ക്ക് എത്ര രൂപ പലിശ കിട്ടുന്നു, അതാണ് R റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? റേറ്റ് പെർ സെന്റ് പെർ ആനം, ഒരു വർഷത്തേക്ക് 100 റുപ്പീസിന് എത്ര റുപ്പീസ് ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്, അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് I equal to PNR by 100. ഇനി നമ്മളിപ്പോ ഒരു ലോൺ എടുത്തു അല്ലെ, 2 വർഷത്തേക്ക് ലോൺ എടുത്തു. ഈ 2 വർഷം കഴിഞ്ഞ് നമ്മൾ എന്താ തിരിച്ചടയ്ക്കുന്നത്? ഇൻട്രസ്റ്റ് മാത്രമാണോ? അല്ല, പ്രിൻസിപ്പിളും കൂടെ അടയ്ക്കണം അല്ലെ. നമ്മൾ മുതലും പലിശയും നമ്മൾ തിരിച്ചടയ്ക്കും. അതിന് നമ്മൾ എന്താ പറയാ? ഫൈനൽ എമൗണ്ട് അല്ലെ. ഫൈനൽ എമൗണ്ട് A is equal to പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ്. ഈ 2 ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ഇൻട്രസ്റ്റ് I is equal to PNR by 100. ഇനി ഫൈനൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ: വാട്ട് വുഡ് ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഒബ്റ്റെയിൻഡ് ഓൺ എ സം ഓഫ് rupees 15,000 at the rate of 6% per annum after 5 years? അപ്പം ഇതാണ് ആ സം, ഒരു തുക അല്ലെ. നമ്മുടെ പ്രിൻസിപ്പിൾ P, R 6, N 5 years. ചെയ്താ പോരായോ? I is equal to PNR by 100. P എന്താ? 15,000. 15,000 into N 5, R 6 by 100. നമ്മുടെ 6% എന്നുള്ള 100 ആണ് ഇവിടെ എഴുതിക്കുന്നത്. ഇനി വീണ്ടും കൊണ്ട് അവിടെ 6%, വീണ്ടും ഒരു 100 നമ്മൾ എഴുതരുത്. ഇനി സോൾവ് ചെയ്യാം. കട്ട് ചെയ്യാം. 150 into 30. So 15, 4,500 rupees. Clear അല്ലേ? ഓപ്ഷൻ B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് 2019 ചോദിച്ചൊരു ചോദ്യമാണ്. എ സം ഓഫ് ₹2,000 yields ₹180 with a simple interest in 9 months. What is the annual rate of interest? അതായത് ഒരു 2,000 rupees നമ്മളൊരു ബാങ്കിൽ ഇട്ടപ്പം 180 rupees സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി അല്ലെ. അപ്പൊ ഐയുടെ വാല്യൂ തന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ I is equal to ഇതേ ഇക്വേഷൻ തന്നെ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇല്ല അറിയാത്തത് അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഐയുടെ വാല്യൂ എന്ത് കൊടുത്തു? 180 ഈക്വൽ ടു പ്രിൻസിപ്പിൾ എന്ത് കൊടുക്കണം? 2,000 ഇൻറ്റു എന്നോ 9 months. അപ്പൊ ഇതെങ്ങനെ എഴുതണം? ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ എന്നാ നമ്പർ ഓഫ് ഇയേഴ്സ് എന്നാണ് പറയുന്നത്. സോ 1 year നമുക്കറിയാം എത്ര മന്ത്സാ? 12 months. സോ 1 month ഈക്വൽ ടു 1/12 year. ക്ലിയർ ആണോ? 1 month 1/12 year ആണെങ്കിൽ 9 month 9/12. സോ 9/12 ഇൻറ്റു R by 100. ക്ലിയർ ആണ്? അപ്പൊ അത് മറന്നു പോരുത്. മനസ്സിലാ തന്നേക്കുന്നെങ്കിൽ അതിൽ വർഷത്തിലേക്ക് നമ്മൾ മാറ്റുക. ഇനി സോൾവ് ചെയ്താൽ മതി.
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 180 ഇൻറ്റു, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ കട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആറിന്റെ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ 180 ഇൻറ്റു 12 ഇൻറ്റു 100 ബൈ 2000 ഇൻറ്റു 9 അല്ലെ. സോൾവ് ചെയ്യാം. സീറോ കട്ട് ചെയ്തു, ഒരു സീറോ കട്ട് ചെയ്തു, 9 ഇൻറ്റു 2 18 അല്ലെ, കട്ട് ചെയ്തു. എന്ത് വരും? R is equal to, ബാക്കി 12 മാത്രമല്ല ഉള്ളത്, 12%. ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഴ്സൺ took a loan at the rate of 12% per annum. After 3 years, he gives rupees 5,400 as interest. Find the amount he borrowed. Find the amount he borrowed എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ച തുക, അതായത് പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? എ പേഴ്സൺ took a loan at the rate of 12% per annum. റേറ്റ് 12%. After 3 years, n 3 years, he gives 5,400 as interest അല്ലെ. അപ്പൊ I തന്നിട്ടുണ്ട് 5,400. എന്ത് കണ്ടുപിടിക്കണം? P, പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ. അതേ ഇക്വേഷൻ തന്നെ. I is equal to 5,400 equal to P into 12 into 3 by 100. സോൾവ് ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5,400 into 100 equal to P into 12 into 3. ഇനി P കണ്ടുപിടിക്കാൻ ഇതുകൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്താൽ പോരായോ? 5400 into 100 by 12 into 3. അതാണ് P. സോൾവ് ചെയ്തേ. 3 ഇവിടെ ഡിവൈഡ് ചെയ്താൽ 1 3 24 18 അല്ലേ. 18. Then 18ഉം 12ഉം 6 വെച്ചിട്ട് കട്ട് ചെയ്താൽ ഇവിടെ 3 ആയി, ഇവിടെ 2 ആയി. ഓക്കെ, അതായത് നമുക്ക് ബാക്കി എന്താ പറഞ്ഞാൽ 300 into 100 by 2 അല്ലെ. ഇവിടെ 200 വെച്ച് കട്ട് ചെയ്താൽ 50. So 300 into 50. That is 15,000 rupees. ക്ലിയർ ആണോ? 15,000 rupees. അതായത് ഈ ഒരു ഇക്വേഷൻ തന്നെ I is equal to P. ഇപ്പൊ P ചോദിച്ചാലും R ചോദിച്ചാലും N ചോദിച്ചാലും എല്ലാം ഇക്വേഷനിൽ ഇടുക. ഒന്നേ നിങ്ങൾ ആ ഇക്വേഷൻ ഇവിടുന്ന് ഇക്വേഷൻ തന്നെ P-യുടെ ഇക്വേഷൻ തന്നെ അതിൽ നിന്ന് എടുത്ത് എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും അത് മതി. അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇതേപോലെ വാല്യൂസ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, കണ്ടുപിടിക്കാനുള്ളത് ചെയ്യുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ടൈം will take for an amount of rupees 450 to yield rupees 81 as interest at 4.5% per annum of simple interest. അതായത് n കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത് അല്ലെ. I എത്ര? 450 അല്ല, I അല്ല, I 81. ഓക്കെ, 450 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ. 450 rupees ഒരു ബാങ്കിൽ ഇട്ടപ്പം 81 ആണ് ഇൻട്രസ്റ്റ് കിട്ടിയത് അല്ലെ. സോ 81 equal to 450 into R എത്ര? 4.5. 4.5 into n by 100. സോൾവ് ചെയ്യുക. 81 into 100 equal to 450 into 4.5 into n. അല്ലേ? So n will be equal to 81 into 100 by 450 into 4.5. ഓക്കെ, ഈ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഒരു പോയിന്റ് അങ്ങ് പോകുമല്ലോ. സോ 81 into 100 by 45 into 45 എന്നായി. ഇനി ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്യുക. 9 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 5 ആയി. വീണ്ടും ഒരു 9 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 5 ആയി. Then 100 by 25 അല്ലെ. 100 by 25 that means 4 year. ക്ലിയർ ആണ്? അപ്പൊ I ചോദിച്ചാലും ഈക്വേഷൻ P-യോ N-ഓ R-ഓ ഏത് ചോദിച്ചാലും ഈക്വേഷൻ തന്നെ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ക്ലിയർ ആണല്ലോ? നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് UGC നെറ്റ് എക്സാം, അതായത് നമ്മുടെ ജൂണിലേക്ക് നടക്കാൻ പോകുന്ന UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, അതായത് ഫുൾ സിലബസ് ജനറൽ പേപ്പറിന്റെ ഫുൾ സിലബസിന്റെയും ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം പ്രൊവൈഡ്, ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസും നിങ്ങൾക്കുള്ള ഡൗട്ടുകളും എല്ലാം ചോദിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബാച്ചിലേക്ക് ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ജനറൽ പേപ്പർ നിങ്ങൾക്ക് കുറച്ച് പാടായിരിക്കും അല്ലേ. അപ്പൊ അതിന്റെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സം ഓഫ് rupees 16,800 is divided into 2 parts.
one party is lent at simple interest rate of interest at 6% per annum, other part at 8% per annum. After 2 years, the total sum received is 19,000 rupees. Find the sum lent at the rate of 6% and 8% respectively. ഇത് 2022 ചോദിച്ച ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ ചെയ്യാം? 16,800 റുപ്പീസ് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു ഭാഗം 6% പെർ ആനത്തില് ഒരിടത്തിട്ടു അല്ലെ, ബാക്കി 8% പെർ റേറ്റില് വേറൊരിടത്തിട്ടു. 2 വർഷം കഴിയുമ്പം ഈ രണ്ടിടത്തുനിന്നും, രണ്ടായിട്ടില്ലേ, ആ രണ്ടിടത്തുനിന്നും ടോട്ടൽ സമ്മിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ സമ്മ് മൊത്തത്തിൽ 2 വർഷം കഴിയുമ്പോൾ മൊത്തത്തിൽ 19,000 റുപ്പീസ് കിട്ടും എങ്കിൽ ഫൈൻഡ് ദ സം ലെൻഡ് റേറ്റ് ഓഫ് 6% and 8% റെസ്പെക്ട്. അതായത് 6%ലും 8%ലും ഇട്ട ഒരു തുകയില്ലേ, ഡിവൈഡ് ചെയ്തിട്ടില്ലേ, അത് എത്ര കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ? 16,800 റുപ്പീസിനെ 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഒരെണ്ണം എക്സ് ആണെങ്കിൽ ഒരെണ്ണം 16,800 മൈനസ് എക്സ്. ഇത് ക്ലിയർ അല്ലേ? 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ബാങ്കില് 6% റേറ്റിൽ ഇട്ടു, രണ്ടാമത്തതില് 8% റേറ്റിൽ ഇട്ടു. 2 വർഷം കഴിഞ്ഞപ്പം ദ ടോട്ടൽ സം റിസീവ്ഡ് ഈസ്, അത് ശ്രദ്ധിച്ചോണം, ടോട്ടൽ, അതായത് 2 വർഷം കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എല്ലാ രണ്ടിടത്തും കൂടെ ചേർന്ന് 19,000 റുപ്പീസ് കിട്ടി എന്ന് പറയുമ്പോൾ ഇത് ഫൈനൽ എമൗണ്ട് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? നമ്മുടെ പ്രിൻസിപ്പിള് 16,800. ഈ 2 വർഷം കഴിയുമ്പോൾ എല്ലാം കൂടെ മൊത്തത്തിൽ 19,000 കിട്ടിയെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എത്ര? ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ. ദാറ്റ് ഈസ് 19,000 മൈനസ് 16,800. ക്ലിയർ ആണോ? 2200 2,200 റുപ്പീസ് ആണ് എന്തായിട്ട് കിട്ടുന്നത്? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലെ. ആ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ബാങ്കിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ്, രണ്ടാമത്തെ ബാങ്കിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ്, രണ്ടും കൂടെ കൂട്ടുന്നതാണ് 2,200. ക്ലിയർ ആണോ? എക്സ് റുപ്പീസ് നമ്മൾ ഫസ്റ്റ് ബാങ്കിൽ ഇട്ടു. എത്ര വർഷത്തേക്ക്? 2 വർഷത്തേക്ക്. 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു തുകയും അടുത്ത ബാങ്കിൽ ഇട്ടു 8% 2 വർഷത്തേക്ക്. ഈ 2 ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 2,200. ഇത് മനസ്സിലായല്ലോ? ഇത്രയും രൂപ അവിടെ ഇട്ടു, 2 വർഷം കഴിഞ്ഞപ്പോൾ ഇത്രയും രൂപ കിട്ടി അല്ലെ. സോ ഇതിന്റെ ഡിഫറൻസ് എടുക്കുന്നതാണ് എന്ത് വരുന്നത്? നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ഇത് ഈ ഒരു ഫസ്റ്റ് ബാങ്കിൽ നിന്ന് എന്താ ഇൻട്രസ്റ്റ് കിട്ടുന്നത്? എക്സ് ഇൻറ്റു പ്രിൻസിപ്പിൾ ഇൻറ്റു റേറ്റ് ഇൻറ്റു N/100. ക്ലിയർ ആണോ? ഇനി ഇവിടുന്ന് കിട്ടുന്ന എന്താ? 16,800 മൈനസ് എക്സ് ഇൻറ്റു 8 ഇൻറ്റു 2/100. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടുമെന്നാ പറയുന്നത്? ₹2,200. ഇനി ഇത് സോൾവ് ചെയ്താൽ എക്സ് കിട്ടത്തില്ലേ? സോൾവ് ചെയ്യാം. കൊണ്ടുവരും 12x/100 പ്ലസ് ഇത് ചെയ്താൽ ഇവിടെ 16 അല്ലെ, 16,800 മൈനസ് എക്സ് ഇൻറ്റു 16/100 അല്ലെ ഈക്വൽ ടു 2200. സോൾവ് ചെയ്തേ. 12x/100 പ്ലസ് 16,800 ഇൻറ്റു 16/100 അല്ലെ, അതായത് 168 ഇൻറ്റു 16. മനസ്സിലായോ? 168,000 ഇൻറ്റു 16/100. ഈ 2 സീറോസ് കട്ട് ചെയ്തു, 168 ഇൻറ്റു 16 എന്ന് ഞാൻ എഴുതി. ഇനി ബാക്കി എന്താ? 16 ഇൻറ്റു മൈനസ് 16x by 100 ഈക്വൽ ടു 2200. ഓക്കെ ആണോ? ഞാൻ ഇങ്ങോട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഈ 2 സീറോ കട്ട് ചെയ്തു, 168 ഇൻറ്റു 16 മൈനസ് 16x/100. ഇനി 12x/100 മൈനസ് 16x/100 എന്ന് പറഞ്ഞാൽ 168 ഇൻറ്റു 16 നമുക്ക് ചെയ്ത് നോക്കാം. 48 40 10 8 6 1 2688. അപ്പൊ നോക്കിയേ, ഇനി ഇത് രണ്ടും കൂടെ ചെയ്താൽ എന്ത് വരും? മൈനസ് 4x/100 അല്ലെ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പം 2688 മൈനസ് 4x/100 ഈക്വൽ ടു 2200. ഇനി ഇത് സോൾവ് ചെയ്താൽ പോരായോ? ഇതിവിടെ മൈനസ് വരും, ഈ ടൈം അപ്പുറത്ത് പ്ലസ് ആകും. 2688 മൈനസ് 2200 ഈക്വൽ ടു 4x/100. സോൾവ് ചെയ്യാം. 884 488 ഈക്വൽ ടു 4x/100.
That is x will be equal to 488 into 100 by 4. കട്ട് ചെയ്താൽ 122 അല്ലെ. ഇറ്റ് ഈസ് 12,200. ഒരു വാല്യൂ അല്ലെ, ഫസ്റ്റ് വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എക്സ് എന്നുള്ളത് 12,200 എന്ന് കിട്ടി. അപ്പൊ തന്നെ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഒരു 12,200 ഉള്ളൂ, സോ ഓപ്ഷൻ എ ആയിരിക്കും. ഇനി മൈനസ് ചെയ്ത് നോക്കിക്കോ. അടുത്ത അതായത് 6% ഇട്ടത് അല്ലെ, 6% ഇട്ടാണ് നമ്മൾ എക്സ് എന്ന് അസ്യൂം ചെയ്തത്. അത് 12,200 എന്ന് കിട്ടി. ഇനി 8% ഇട്ടത് 16,800 മൈനസ് 12,200 എന്ത് കിട്ടും? 4,600. ക്ലിയർ ആണോ? അപ്പൊ ഓപ്ഷൻ എ. ഓക്കെ ആണോ? ഈ ഒരു കാര്യം ഇവിടുന്ന് മറന്നു പോരുത്. ഇക്വേഷൻ അതായത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് റേറ്റിൽ ഇട്ടു. 2 വർഷം കഴിഞ്ഞപ്പോൾ ടോട്ടൽ സം ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് ഈ പ്രിൻസിപ്പൾ കുറച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും അല്ലെ. 2 ബാങ്കിൽ നിന്നും കൂടെ കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ സം ആണ് ഈ 2,200. സോൾവ് ചെയ്താൽ പോരായോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതും 2022 ചോദിച്ചൊരു ചോദ്യമാണ്. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് acquired on a sum of certain principal is rupees 1,200 in 4 years at the rate of 8% per annum. What would be the simple interest acquired on thrice of that principal at the rate of 6% per annum in 3 years? അതായത് 2 കേസിലായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ആദ്യം പറയുന്നത് ഏതോ ഒരു പ്രിൻസിപ്പിളിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് 1,200, 4 വർഷത്തേക്ക് 8% റേറ്റ്. അപ്പൊ അത്രയും ഡേറ്റിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പി കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ദാറ്റ് ഈസ് 1200 ഈക്വൽ ടു പി ഇൻറ്റു 4 ഇൻറ്റു 8 ബൈ 100. സോൾവ് ചെയ്യാം. പി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1200 ഇൻറ്റു 100 ബൈ 4 ഇൻറ്റു 8. സോൾവ് ചെയ്തേ. 4 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 3 ആയി. ദാറ്റ് ഈസ് 300 ഇൻറ്റു 100 ബൈ 8. 4 വെച്ച് കട്ട് ചെയ്താൽ 2 വെച്ച് കട്ട് ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 154. ഇനി 4 ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ 3 5 35. 3,500 എന്ന് കിട്ടും നമ്മുടെ പ്രിൻസിപ്പിൾ. ഇനി എന്താ ചെയ്യുന്നത്? വാട്ട് വുഡ് ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ് അക്വേർഡ് ഓൺ ത്രൈസ് ഓഫ് ദാറ്റ് പ്രിൻസിപ്പിൾ? ഈ പ്രിൻസിപ്പിൾ 3 ഇരട്ടി ആയാൽ അല്ലെ. ഇപ്പൊ പ്രിൻസിപ്പിൾ എന്തായി? ഇപ്പൊ പുതിയ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് 3,500 ഇൻറ്റു 3 15 10,500 അല്ലെ. 10,500 ആണ് നമ്മുടെ പുതിയ പ്രിൻസിപ്പിൾ. ആ പുതിയ പ്രിൻസിപ്പിളിന് 6% 3 വർഷം കഴിയുമ്പം എത്ര രൂപ കിട്ടും? അതല്ലേ ചോദിക്കുന്നത്. ക്ലിയർ ആണോ? കട്ട് ചെയ്യാം. 105 ഇൻറ്റു 18. സോൾവ് ചെയ്തേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The simple interest acquired on a sum of certain principal is rupees 1,200 in 4 years at the rate of 8% per annum. What would be the simple interest acquired on thrice of that principal at the rate of 6% per annum in 3 years? 2 കേസായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് അല്ലെ. ഫസ്റ്റ് കേസിൽ പറയുന്നത് ഏതോ ഒരു പ്രിൻസിപ്പിളിന് 1,200 ഇൻട്രസ്റ്റ് കിട്ടും. എത്ര വർഷം? 4 വർഷത്തേക്ക് 8% ഇട്ടാൽ അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പി കണ്ടുപിടിക്കാൻ പറ്റും. ആ പിയുടെ 3 ടൈംസ് അല്ലെങ്കിൽ ത്രൈസ്, ആ ഒരു 3 ഇരട്ടി പ്രിൻസിപ്പിളിന് 6% റേറ്റില് 3 വർഷം കൊണ്ട് എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പി കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് കേസിൽ പി 3p എന്ന് എഴുതുന്നു അല്ലെ. എന്നിട്ട് ഐ കണ്ടുപിടിക്കുന്നു. സോൾവ് ചെയ്തേ. സോ 1,200 ഈക്വൽ ടു പി ഇൻറ്റു 4 ഇൻറ്റു 8 ബൈ 100. സോൾവ് ചെയ്യാം. പി ഇസ് ഈക്വൽ ടു 1,200 ഇൻറ്റു 100 ബൈ 4 into 8. 4 300. 4 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 25, ഇവിടെ 150. 150 into 25. 3750. അപ്പൊ ഇത്രയും ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ഇനി നെക്സ്റ്റ് കേസിൽ എന്താ?
ഇൻട്രസ്റ്റ് ആയി കണ്ടുപിടിക്കണം. എന്താ 3750 ഇൻറ്റു 3 ആകും അല്ലെ, 3 ഇരട്ടി ഇൻറ്റു 6 ഇൻറ്റു എന്തോരും 3/100. സോൾവ് ചെയ്തേ. 0 കട്ട് ചെയ്യാം, 5 വെച്ച് കട്ട് ചെയ്താൽ 2, 5 വെച്ച് കട്ട് ചെയ്താൽ 75. ദെൻ 2 ഇവിടെ കട്ട് ചെയ്താൽ 3 അല്ലേ, ദാറ്റ് ഈസ് 75 ഇൻറ്റു 27. 75 ഇൻറ്റു 27, 35 3 52. എന്തുവരും 2025. ഓപ്ഷൻ സി 2025. അപ്പൊ രണ്ട് സ്റ്റെപ്പിലായിട്ട് ചെയ്യുക. ആദ്യത്തെ കേസിൽ നിന്ന് ആദ്യത്തെ കേസിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട്, റേറ്റ് ഉണ്ട്, അവിടെ നമ്മൾ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് കേസിൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ 3 times ദാറ്റ് പ്രിൻസിപ്പിൾ അല്ലെ, ആദ്യം കണ്ടുപിടിച്ചതിന്റെ 3 times ആണ്, ഇൻറ്റു 3. വർഷം തന്നിട്ടുണ്ട്, റേറ്റും തന്നിട്ടുണ്ട്, എന്നിട്ട് ഇൻട്രസ്റ്റ് കാണാൻ. ക്ലിയർ അല്ലേ? ഇൻട്രസ്റ്റ് ആണോ കാണേണ്ടത്, എമൗണ്ട് ആണോ കാണേണ്ടത്, അതൊക്കെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കണം കേട്ടോ. എമൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, പ്ലസ് ചെയ്യുക. ഓക്കെ ആണോ? പിന്നെ ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.